അയ്യപ്പൻ്റെ സന്ദേശം തന്നെ സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയുമാണ്. ജാതി മത ഭേദമില്ലാതെ മനുഷ്യരിലുള്ള മാനവികതയും സാഹോദര്യവും ആണ് അയ്യപ്പൻ്റെ സന്ദേശം. അയ്യപ്പ ഭക്തന്മാർക്ക് മാത്രമല്ല, കേരളത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന എല്ലാവർക്കും ആ കാര്യം അറിയാവുന്നതാണ്. ഈ ആഗോള സംഗമത്തോടുകൂടി അയ്യപ്പൻ്റെ സന്ദേശം, ശബരിമലയുടെ പ്രാധാന്യം ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ കൂടുതൽ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കൂടുതൽ അറിയപ്പെടുന്ന ഈ ശബരിമലയുടെ മഹാത്മ്യം, ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും എത്തിക്കുന്നതിന് ഈ സമാഗമം തീർച്ചയായും വലിയ വലിയ സംഭാവനകൾ നൽകുന്നു. ചിലർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കറിയാമായിരിക്കും, അയ്യപ്പ കൾട്ട് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കൾട്ട് എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ അയ്യപ്പ ഭക്തന്മാർ കൂടാറുണ്ട്. ഡൽഹിയിൽ 25 അയ്യപ്പ ക്ഷേത്രങ്ങളാണ് ഇന്നുള്ളത്. അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് മലയാളികളും ഇന്ത്യക്കാരും ഉണ്ട്. അവിടെയും ഒരു അയ്യപ്പ ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. ഭക്തന്മാരവിടെ പോകാറുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ തീർച്ചയായും ഈ സമാഗമത്തിൻ്റെ സന്ദേശം കൂടുതൽ അയ്യപ്പ ക്ഷേത്രങ്ങളും അയ്യപ്പ ഭക്തന്മാരും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവുന്നതിന് സഹായിക്കുമെന്നുള്ളതിനൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രി ശ്രീ വാസവൻ്റെയും നമ്മളുടെ ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച ഈ സമാഗമത്തിൽ പങ്കുചേരുന്നതിനുള്ള അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ വലിയ സമാഗമം മൂന്ന് ബാച്ചസായിട്ട് അല്ലെങ്കിൽ 3 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് 3 പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ഉണ്ടായി. അതിന് പ്രത്യേകിച്ച് ഇത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇറ്റ് ക്യാരീസ് ഗ്രേറ്റർ കൺവിക്ഷൻ. അതേമാതിരി തന്നെ ശബരിമലയിലെ ക്രമസമാധാന പ്രക്രിയകൾ, ഈ വലിയ ഭക്ത ജനക്കൂട്ടം വരുന്ന സമയത്ത് അതിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം, അതിനെന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടാവണം. കേരള ഗവൺമെൻറ് ആണത് ചെയ്യുക തീർച്ചയായിട്ടും. പക്ഷേ ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി മാത്രമേ അത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ചകൾ നടത്തി. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശരണം അയ്യപ്പ എന്നുള്ള വിളികളോടുകൂടി, ആ മന്ത്രത്തോടുകൂടി ഇന്ന് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള ഇന്ത്യക്കാരാണ് കൂടുതൽ വരുന്നതെങ്കിൽ, പക്ഷേ അടുത്ത കാലങ്ങളിൽ അത് ഇന്ത്യക്ക് പുറത്തും അതിൻ്റെ പ്രഭാവം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അയ്യപ്പൻ്റെ നാമധേയത്തിൽ നടത്തുന്ന സർവമത സാഹോദര്യത്തിൻ്റെ പ്രതീകമായിരുന്ന അയ്യപ്പൻ്റെ നാമത്തിൽ നടത്തുന്ന ഈ സംഗമത്തിൻ്റെ പ്രാധാന്യം കൂടുതലുണ്ടാവും. അതിൽ മറ്റ് മത അനുയായികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും കൂടി ഇനിയുള്ള സമാഗമങ്ങളിൽ പങ്കുചേരും. അവരെയും അതിനുള്ള അവസരം അവർക്കും ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശബരിമല ശാസ്താവും നമ്മളുടെ എരുമേലിയിലുള്ള മുസ്ലിം ദേവാലയവും അതുപോലെ ആർത്തുങ്കൽ പള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനെയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഒരു സമ്പൂർണ്ണ കേരളമുണ്ടല്ലോ,
ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിലെ എല്ലാ മതസ്ഥാപനങ്ങളെയും ഒരുമിച്ച് ഇനിയുള്ള സമാഗമങ്ങൾ ഉണ്ടാവട്ടെ. അതിന് സ്വാമി അയ്യപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സമാഗമം ഇത്ര വിപുലമായ രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഇല്ലാതെ സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ പ്രസിഡൻ്റ് പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കേരള സർക്കാരിൻ്റെ പരിപൂർണമായ സഹകരണത്തോടുകൂടി നടത്തിയതിന് അവരോടും നമ്മൾ നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കാലത്തെ 1 മണിക്കൂറോളം നമ്മളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസും അനുസരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ എല്ലാം പേരിൽ അദ്ദേഹത്തെയും ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മന്ത്രി, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഔപചാരികതയുടെ പേരിൽ അദ്ദേഹം പറയട്ടെ. ഇതിലെല്ലാം ഉപരിയായിട്ട് കാലത്ത് മുതൽ ഈ സമയം വരെ വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളോടും ഉള്ള ആദരവും കൃതജ്ഞതയും പ്രകാശിപ്പിക്കുന്നു. നന്ദി. സ്വാമിയേ ശരണം.